പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ആമേൻ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഓർത്തു നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ നടത്തിയത്. അതിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവെ, രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രമപ്പ 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 സ്തോത്രം സ്തോത്രമപ്പ സ്തോത്രം സ്തോത്രമപ്പ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ രാവിലെ അടിയങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഓരോ ദിവസവും അങ്ങ് അത്ഭുതകരമായി ഞങ്ങളെ പരിപാലിക്കുന്നതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. 92-ാം സങ്കീർത്തനം പറഞ്ഞു, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലങ്കയും കർത്താവിൻ്റെ വിശുദ്ധ ഭുജവും കർത്താവിന് ജയം നേടിയിരിക്കുന്നു. കരമുയർത്തി പറ, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഒരിക്കലൂടെ വിശ്വാസത്തോടെ പറ, ഈ പകൽക്കാലം എനിക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് 4-ാം വാക്യമേ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങനെ വാഴ്ത്തുന്ന കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും ഉണരുവാനും പ്രഭാത സന്ദേശം കേൾക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ വരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ആത്മശക്തി പ്രാപിക്കട്ടെ. പുതുബലം പ്രാപിക്കട്ടെ. പുതിയ കൃപകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങ് രോഗികൾക്ക് വൈദ്യനാകുന്നു. അങ്ങയിൽ സകല രോഗങ്ങൾക്കും സൗഖ്യം നൽകുന്ന ദൈവമെന്ന് തിരുവെഴുത്ത് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പ്രഭാതയാമത്തിൽ കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നവർ, പ്രത്യേകിച്ച് കർത്താവെ കൈകളിലും കാലുകളിലും ഒക്കെ അലർജി വന്ന്, സ്കിന്നിൽ അലർജി വന്ന് അമേൻ അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഹീലാകാതെ പ്രയാസപ്പെടുന്നവർ, അമേൻ എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ, കെമിക്കൽ അലർജി മാതിരിയുള്ള അലർജികൾ വന്നവർ, ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആ കൈകൾ, കാലുകൾ, അമേൻ സ്കിൻ സൗഖ്യമാകട്ടെ, സ്കിൻ സൗഖ്യമാകട്ടെ. പുതിയ ത്വക്ക് അവിടേക്ക് വരട്ടെ, പുതിയ ത്വക്ക് അവിടേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതിയ ത്വക്ക് അവിടേക്ക് വരട്ടെ. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. ദൈവിക വിടുതൽ അവിടെ സംഭവിച്ചതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കർത്താവിന് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മിറക്കിളായിട്ട് അമേൻ, മിറക്കിളായിട്ട് അമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഈ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾക്കകത്തു നിന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ലോകവ്യാപകമായി സഭായോഗം അമേൻ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ കരം അവിടെ പ്രവർത്തിക്കണം. തൻ്റെ ജനം കൂടി വരുന്നതിൻ്റെ നടുവിൽ അങ്ങ് ഇറങ്ങി നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. അത് തന്നെ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. അതവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കുവാൻ കാരണമാകട്ടെ. പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ലിവർ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ലിവർ സിറോസിസിനാൽ ഭാരപ്പെടുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ കരം പ്രവർത്തിച്ചതിന് നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ഇന്നലെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി നമുക്ക്
അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ കർത്താവ് തന്നു. സഭയാം കുടുംബത്തിന് ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, ആമേൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ആമേൻ, ഒരുമിച്ച് ആമേൻ നന്ദി പറയുവാൻ കർത്താവ് കൃപ ചെയ്തു. നന്ദിയോടെ സ്തോത്രം, കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം അപ്പാ, സ്തോത്രം 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 ഒന്നിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞു. ആമേൻ ആമേൻ. ഓഗസ്റ്റ് മാസം ദ മന്ത് ഓഫ് ഹയർ റിലംസ്, ഉന്നത തലങ്ങൾ ആമേൻ അവൻ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. അതിന് ആസ്പദമായി നമുക്ക് ലഭിച്ച വാക്യം ഇതായിരുന്നു. നമ്മുടെ വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമുക്ക് ലഭിച്ചത്. വെളിപ്പാട് പുസ്തകം 4:1. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. ആമേൻ ആമേൻ. കർത്താവിൻ്റെ ആ വലിയ ഇൻവിറ്റേഷൻ എന്തിനാണ്? മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതുകൂടാതെ നമ്മൾ വായിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം ആമേൻ 2-ാമത്തെ വാക്യം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഇതായിരുന്നു നമ്മൾ ഇന്നലെ ധ്യാനിച്ചത്. പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ആലോചന ഇതായിരുന്നു. ഓഗസ്റ്റ് മാസം 2026 ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഉയർന്ന ആത്മീക തലങ്ങളിൽ ഉള്ള മാസങ്ങളാണ്. അതായത് കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുക മാത്രമല്ല ഉയർത്തുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഓരോ പുതിയ മാസത്തിലും നമുക്ക് ഓരോ പുതിയ രീതിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക. ചിലപ്പം നമ്മളെ ബലപ്പെടുത്തും, ചിലപ്പം നമ്മളെ ശക്തീകരിക്കും, ചിലപ്പം പ്രാവചനിക ശബ്ദങ്ങളാണ് തരുന്നത്. ഈ ഓഗസ്റ്റ് മാസം നമ്മളോട് പറയുക, ഇവിടെ കയറി വരിക. ആമേൻ. ഇതൊരു സ്ഥലം മാറ്റമല്ല, ഒരു തലം മാറ്റമാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഒരു ഹയർ റിലം, അതൊരു വിളിയാണ്. ആത്മീയ ജീവിതത്തിലും പ്രാർത്ഥനയിലും വെളിപ്പാടിലും കുടുംബത്തിലും ആരോഗ്യത്തിലും സാമ്പത്തിക അനുഗ്രഹത്തിലും ശുശ്രൂഷയിലും ദൈവം നമ്മെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഉയരം മാറുമ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് മാറ്റം വരും. സ്ഥാനം മാറുമ്പോൾ നമ്മുടെ വെളിപ്പാടിന് മാറ്റം വരും. ആമേൻ. ഒരു വലിയ ബിൽഡിങ്, 100 നിലയുള്ള ബിൽഡിങ്, ആമേൻ, അതിനകത്ത് എല്ലാവരും ഒരു വാതിൽ കൂടെ കയറുന്നത്. പക്ഷേ എല്ലാവരും ഒരേ ഫ്ലോറിലേക്ക്, അല്ലെങ്കിൽ ഒരേ നിലകളിലേക്ക്, ഒരേ ഫ്ലോറിലേക്കല്ല പോകുന്നത്. അതുപോലെ രക്ഷിക്കപ്പെട്ടവർ, സാൽവേഷൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ പ്രവേശിക്കുക. എന്നാൽ വളർച്ച എന്ന് പറയുന്ന ഒരു യാത്രയാണ്. ആമേൻ. കർത്താവ് ഈ മാസം നമ്മളെ ഓർപ്പിക്കുക. ആമേൻ. എവിടെയെങ്കിലും നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കാതെ ഉയരങ്ങളിലേക്ക് വളരുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉയരങ്ങളിലേക്ക് പറന്നു കയറുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ. എന്താണ് റിലമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉയർന്ന തലങ്ങളെന്ന് പറഞ്ഞാൽ, അതൊരു പ്രവർത്തനത്തിൻ്റെ തലമാണ്. എല്ലാവരും ഒരേ നിലയിൽ ജീവിക്കുന്നില്ല. എല്ലാവരും ക്രിസ്തുവിലായിരിക്കാം, പക്ഷേ എല്ലാവരും ഒരേ ആത്മീക ഉയരത്തിലല്ല. ചിലർ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കാത്തവർ വളരെ കുറവാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വിവിധ തലങ്ങളുണ്ട്. ആമേൻ. ചിലരിന്ന് പ്രാർത്ഥിക്കും. യേശുവും ശിഷ്യന്മാരോട് ആമേൻ ആ തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുക, ദൂതൻ ഇറങ്ങി നിൽക്കുക സഹായിക്കാൻ. എന്നാൽ അപ്പുറത്ത് പ്രാർത്ഥിക്കാനിരുന്ന സഹോദരന്മാർ ഉറങ്ങിപ്പോയി. പ്രാർത്ഥനയുടെ വിവിധ തലങ്ങൾ. ചിലർ വെറുതെ പ്രാർത്ഥിക്കുന്നു, ചിലർ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ചിലർ ആത്മാവിൽ ആമേൻ യാത്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥനയുടെ തലങ്ങളുണ്ട്. ഇതാണ് കർത്താവ് പറഞ്ഞു, ഉയർന്ന തലങ്ങളിലേക്ക് കയറി വരിക. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടയ്ക്കപ്പെട്ടു, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറക്കപ്പെട്ടു. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നതിന് വിവിധ തലങ്ങളിൽ നമുക്ക് കയറി പ്രാർത്ഥിക്കാം. പ്രവചനത്തിന് വിവിധ തലങ്ങളുണ്ട്, കൃപാവരങ്ങൾക്ക് വിവിധ തലങ്ങളുണ്ട്, വിശ്വാസത്തിന് വിവിധ തലങ്ങളുണ്ട്, ആമേൻ, വെളിപ്പാടുകൾക്ക് വിവിധ തലങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്ക് വിവിധ തലങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആമേൻ. ഭൗതിക ജീവിതത്തിലും ഭയങ്കര ഉയർന്ന തലങ്ങളുണ്ട്. ആരോഗ്യം, ചിലർക്ക് ചെറിയൊരു ആരോഗ്യം, ചിലരങ്ങനെ കഴിഞ്ഞുകൂടുന്നു. പക്ഷേ ചിലരങ്ങനല്ല. ദൈവിക ആരോഗ്യത്തിൽ ജീവിക്കുന്നവരുണ്ട്, ദൈവിക സമ്പന്നതയിൽ ജീവിക്കുന്നവരുണ്ട്. കുടുംബജീവിതത്തിനകത്തും ബന്ധങ്ങൾക്കകത്തും എല്ലാം നമുക്ക് പുതിയ തലങ്ങളിൽ ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുക, ഉയർന്ന തലങ്ങളിലേക്ക് പ്രവേശിക്കുക. എങ്ങനെ സ്വീകരിക്കാം, എങ്ങനെ പ്രവേശിക്കാം? ഒന്ന്, നമ്മുടെ ഉള്ളിൽ ആ വിളി സ്വീകരിക്കുക. കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ഉയർന്ന തലങ്ങളിൽ വരുവാൻ കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാകുക. എന്നിട്ട് ദൈവസന്നിധിയിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും സമയം ചിലവിടുവാനും ആമേൻ വളരെയധികം ശ്രമിക്കുക. ആമേൻ. യോഹന്നാൻ പത്മോസിൽ തനിച്ചായിരിക്കുമ്പോഴാണ് ഈ വലിയ തലങ്ങൾ ഓപ്പണായത്. യേശു ശിഷ്യന്മാരും പുരുഷാരും കൂടിയിരിക്കുമ്പോഴല്ല യോഹന്നാനും പത്രോസിനും യാക്കോബിനും ഒക്കെ പുതിയ തലം ഓപ്പണായതല്ല. അവർ തനിച്ചു മലമുകളിലിരിക്കുമ്പോഴാണ്. പ്രാർത്ഥനാ ജീവിതം വളർത്തുക, ദൈവവചനം ധ്യാനിക്കുക, ആമേൻ, കർത്താവ് തരുന്ന ആലോചനകളെ ഉടനുടൻ അനുസരിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, ആമേൻ, ഹ്യൂമിലിറ്റി, താഴ്മയുള്ളവരായിരിക്കുക, ദൈവത്തിനായി കൂടുതൽ ആമേൻ ദാഹമുള്ളവരായി തീരുക. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? ഈ മാസം ഉയർന്ന തലങ്ങളിൽ ജീവിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ,
നിങ്ങളിന്ന് തീരുമാനിക്കുക. ഈ സന്ദേശം കേട്ടു, കർത്താവേ ഞാനും ഒരു ഉയർന്ന തലത്തിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനെന്നാ ചെയ്യേണ്ടത്? നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം മാറ്റിവെക്കണം. കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ കൂടുതൽ സമയം മാറ്റിവെക്കണം. ഈ ഓഗസ്റ്റ് മാസത്തിൽ അങ്ങനെ ഒരു ഉയർന്ന തലങ്ങളിൽ, ആത്മീകത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കണം. ഒരു വ്യക്തി ആത്മീകമായ ഉയർന്ന തലങ്ങളിൽ കയറുമ്പോൾ അവൻ്റെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അവൻ ആ ഉയർച്ച സ്വീകരിപ്പാൻ കഴിയും. മറ്റൊന്നിനും ഭാരപ്പെടേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ട് കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീക ഉയർന്ന തലങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. ആത്മീകമായി ഉയർന്ന തലങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരം ഉയർത്തി പറ, ആമേൻ, ആമേൻ. ആ കർത്താവിൻ്റെ തല എണ്ണുകൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.